നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ജൂലൈ മാസം 10-ാം തീയതി, അതായത് നാളെ വെള്ളിയാഴ്ച. ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ വളരെ പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് നാളെ. എന്തുകൊണ്ടെന്നാൽ വിഷ്ണുപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ഏകാദശി വ്രതവും ഐശ്വര്യത്തിൻ്റെ ദേവതയായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച കൂടിയാണ്. അപ്പോൾ വെള്ളിയാഴ്ചയും ഏകാദശിയും ഒരേ ദിവസം തന്നെ വന്നു ചേരുകയാൽ ഒരു അപൂർവമായ സൗഭാഗ്യമാണ് നാളത്തെ ദിവസത്തിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുക. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം സാധാരണ ഒരു ദിവസമല്ല. പ്രപഞ്ച ശക്തികൾ പലതും നമുക്ക് അനുകൂലമാക്കി തരുന്ന, അല്ലെങ്കിൽ പ്രകൃതി മൊത്തത്തിലുള്ള പ്രപഞ്ച ശക്തികൾ നമുക്ക് അനുകൂല ഫലങ്ങളെ പ്രദാനം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ പ്രാപ്തരാക്കി മാറ്റുന്ന ഒരു പുണ്യ സുദിനമാണ്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണി കഴിഞ്ഞ് 15 മിനിറ്റ് വരെ ഭരണി നക്ഷത്രത്തിൻ്റെ സ്വാധീനത്തിലായിരിക്കും നമ്മളുള്ളത്. അതിനുശേഷം കാർത്തികയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അതായത് മേടക്കൂറിലെ ഊർജത്തിലാണ് ദിവസം തുടങ്ങുന്നത് എങ്കിലും ഒരു സായാഹ്നത്തോടു കൂടി അത് ഇടവക്കൂറിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നാളത്തെ ഗ്രഹനിലയിൽ എടുത്തു പറയേണ്ടതായ ഒരു വലിയ മാറ്റം തന്നെയുണ്ട്. അതായത് ദേവഗുരുവായ വ്യാഴം, ശുക്രൻ, ബുധൻ എന്നീ 3 ശുഭഗ്രഹങ്ങളും കർക്കിടകം രാശിയിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നാളെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് പല നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായ ധനലാഭത്തിനും കർമ്മമേഖലയിൽ മാറ്റങ്ങൾക്കും വഴിയൊരുക്കും. അപ്പോൾ നാളത്തെ ദിവസം ആർക്കൊക്കെയാണ് ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി മനസ്സിലാക്കാം. അപ്പോൾ ഗ്രഹങ്ങളുടെ ഈ ഒരു വിന്യാസം മനുഷ്യ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നാളെ ചന്ദ്രൻ നിൽക്കുന്നത് ചൊവ്വയുടെ രാശിയായ മേടത്തിലായിരിക്കും. ചൊവ്വയാകട്ടെ ചിങ്ങം രാശിയിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഊർജ പ്രവാഹമാണ് സൂചനയായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മടിയും അലസതയൊക്കെ മാറി കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് വലിയൊരു ആവേശം നാളെ എല്ലാ നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന ഒരു സുദിനമാണ്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസവും. പക്ഷേ ശനി ഭഗവാൻ മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം കൂടി ആണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലങ്ങോട്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്ന് കിട്ടാൻ ചെറിയ ഒരു പ്രയാസമൊക്കെ നേരിട്ടേക്കാം. അപ്പോൾ ആ ഒരു പ്രയാസം വരുന്നത് ശനിയുടെ വക്രഗതി സഞ്ചാര നിമിത്തമാണ്. എന്നിരുന്നാലും കർക്കിടകം രാശിയിൽ നിൽക്കുന്ന ഉച്ചസ്ഥനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പല തടസ്സങ്ങളെയും നമ്മളിലേക്ക് വന്നു ചേരുന്നതായ പലവിധ ബുദ്ധിമുട്ടുകളെ അപ്പാടെ മാറ്റിക്കളയും എന്നതൊരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങളിൽ നാളെ പലർക്കും അനുകൂലമായ തീരുമാനങ്ങൾ കേൾക്കാനായി സാധിക്കും. ബിസിനസ്സിൽ മുടങ്ങിക്കിടന്ന പേയ്മെൻറ്റുകളൊക്കെ കിട്ടാനായി സാധിക്കും. ലോൺ പാസ്സാകാനും നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമുള്ള സമയം വളരെയധികം അനുകൂലമായ ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ നാളത്തെ ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ ഫലമായി താരബലം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രക്കാരാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ പൂരം, പൂരാടം, ഭരണി എന്നീ നക്ഷത്രങ്ങളാണ്. അതായത് പൂരം, പൂരാടം, ഭരണി നക്ഷത്രക്കാർ നിങ്ങളുടെ ഗ്രഹത്തിലുണ്ടെങ്കിൽ നാളത്തെ ദിവസം തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു സുദിനമായിരിക്കും. അതായത് ഭരണി നക്ഷത്രം നാളെ ഉച്ചവരെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ത്രികോണരാശികളായ പൂരം, പൂരാടം നക്ഷത്രക്കാർക്ക് ഇത് സാധനധാരയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഗുണമെന്ന് നമുക്ക് നോക്കിയാൽ, കുറേ നാളായി മനസ്സിൽ കൊണ്ടു നടന്നതായ ആഗ്രഹം, അത് ജോലി കിട്ടണമെന്നാകാം, അല്ലെങ്കിൽ വിവാഹം നടക്കണമെന്നതാകാം, അല്ലെങ്കിൽ വിവാഹത്തിലെ തടസ്സങ്ങൾ മാറണമെന്നതാകാം, വീട് പണിയാകട്ടെ, അതിന് അനുകൂലമായ ഏത് കാര്യത്തിനാണെങ്കിലും അനുകൂലമായ ഒരു തീരുമാനം നാളെ ഉണ്ടാകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ ധൈര്യമായി തന്നെ നിങ്ങൾക്ക് നാളെ പോകാവുന്നതാണ്. കാരണം വിജയം ഉറപ്പായിട്ടുള്ള വളരെയധികം ഐശ്വര്യം വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ്. അടുത്തത് അശ്വതി നക്ഷത്രക്കാർക്കാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജന്മതാരയാണെങ്കിലും ചന്ദ്രൻ്റെ ബലം ഉള്ളതുകൊണ്ട് തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ലഭിക്കുന്നതായ ദിവസമായിരിക്കും. വിദേശത്ത് നിന്ന് നല്ല വാർത്തകൾ ശ്രവിക്കാനും മക്കൾ നിമിത്തം അല്ലെങ്കിൽ സന്താനങ്ങൾ നിമിത്തം അശ്വതി നക്ഷത്രക്കാരായ മാതാപിതാക്കൾക്ക് നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നതായ ദിവസവുമായിരിക്കും.
ഇനി അടുത്തത് വരുന്നത് ഗുരുവിൻ്റെ, അതായത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രക്കാരാണ്. അപ്പോൾ പുണർദം, വിശാഖം, അതേപോലെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വ്യാഴം കർക്കിടകത്തിൽ ഉച്ചത്തിൽ നിൽക്കുകയാണെന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ഈ നക്ഷത്രക്കാരായ പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഒരു ഭാഗ്യ ദിവസം തന്നെയാകും. നാളെ കയ്യിൽ വരാതെ ഒഴിഞ്ഞു പോയതായ പണങ്ങളൊക്കെ തിരികെ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കയ്യിലെത്താനിരുന്നതാണ് എന്നാൽ പെട്ടെന്ന് ചെറിയ തടസ്സങ്ങൾ നിമിത്തം അതൊന്ന് ഡിലേ ആയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ളതായ ധനങ്ങളൊക്കെ വന്നു ചേരും. പിന്നെ നാളത്തെ ദിവസം ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. എന്നും അങ്ങ് എടുക്കണമെന്നല്ല. ഭാഗ്യം അനുകൂലമായി വരുന്ന ദിവസം നമ്മൾക്കൊരു ഒരുപാടൊന്നും എടുക്കരുത്. ഭാഗ്യം അനുകൂലമാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി, അതിൽ നിന്ന് നല്ലൊരു തുക നമുക്ക് കിട്ടും. അപ്പോൾ നാളത്തെ ദിവസം ഒരു ലോട്ടറിയൊക്കെ എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നതാണ് അഭിപ്രായം. അപ്പോൾ കാരണം അപ്രതീക്ഷിത ധനം വന്നു ചേരാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം കാർത്തിക നക്ഷത്രം വരുന്ന സമയത്ത് ധനയോഗം കൂടുതലായി നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഉത്തമമാണ്. ഇനി ഈ പ്രത്യേകം എടുത്തു പറയേണ്ടത് രോഹിണി നക്ഷത്രക്കാരെക്കുറിച്ചാണ്. അതായത് രോഹിണി നക്ഷത്രക്കാർക്ക് ഉച്ചവരെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എങ്കിലും ഉച്ചയ്ക്ക് ശേഷം കാർത്തിക നക്ഷത്രം വരുന്നതോടുകൂടി സമ്പത്ത് താര ഉദിക്കുകയാണ്. അപ്പോൾ നാളത്തെ ദിവസം രോഹിണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ചില അതിഥികളുടെ ഗൃഹത്തിലേക്കുള്ള വരവ്, അല്ലെങ്കിൽ അതിഥികളുടെ സമ്മാനങ്ങളൊക്കെ വന്നു ചേരാനുള്ള, ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സമ്മാനാദികളായിരിക്കും വന്നു ചേരാനൊക്കെ ഭാഗ്യം കാണുന്നുണ്ട്. കുടുംബത്തിലും സമാധാനം നിലനിൽക്കുന്നതായ ഒരു ദിവസമായിരിക്കും നാളത്തേത്. എല്ലാ ദിവസവും എല്ലാവർക്കും ഒരേപോലെ ഭാഗ്യം വരണമെന്നില്ല, ശരിയല്ലേ? അപ്പോൾ നാളെ ചില നക്ഷത്രക്കാർ അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതായത് നാളെ ചന്ദ്രൻ മേടം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചില നക്ഷത്രക്കാർ ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാർക്ക് നാളെ ചന്ദ്രാഷ്ടമമാണ്. അപ്പോൾ കന്നി രാശിക്കാർ നാളെ പരമാവധി തർക്ക അവസ്ഥകൾ ഉണ്ടാക്കാതെ തർക്കങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കണം. വണ്ടി ഓടിക്കുമ്പോഴും അമിത വേഗത പാടില്ല. അതേപോലെ നമ്മൾ നല്ല ഉദ്ദേശത്തോടെ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവരത് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളെ അവർ കേൾക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും. അത് നിമിത്തവും ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പറയാറുണ്ടല്ലോ മൗനം വിദ്വാനുഭൂഷണം എന്ന്. ആ രീതിയിൽ തന്നെ നാളത്തെ ദിവസം ഒന്ന് ഒതുങ്ങിക്കൂടുന്നതാണ് നല്ലത്. അതേപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, എഗ്രിമെൻ്റ് ഒപ്പുവെക്കൽ എന്നിവ നാളത്തെ ദിവസത്തിൽ നിന്ന് ഒഴിവാക്കി ശനിയാഴ്ചത്തേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും കന്നിരാശിക്കാർക്ക് ഏറ്റവും ഉത്തമം. അതേപോലെ തിരുവാതിര, ചോതി, ചതയം നക്ഷത്രക്കാരും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു ദിവസമാണ്. ചെറിയ തലവേദനയോ അല്ലെങ്കിൽ ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ഒക്കെ വരാനുള്ളൊരു സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും ഇനി നാളത്തെ ദിവസം ഈ ദോഷങ്ങളിൽ നിന്ന് ഒരു മുക്തി ഉണ്ടാകാൻ, അല്ലെങ്കിൽ ദിവസം ഫലപൂർണ്ണമാകാൻ നമുക്ക് എന്ത് ഭാഗ്യവർദ്ധനവിനായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നാളെ ഏകാദശി ആയതുകൊണ്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം വീടിൻ്റെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ഏറ്റവും അഭികാമ്യമായ, അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ കാര്യമാണ്. ദർശനം വെറുതെ കൈയോടെ നടത്തിയാൽ പോരാ, ഒരു തുളസിമാല സമർപ്പിക്കുക, വെണ്ണ നിവേദ്യം നടത്താൻ സാധിച്ചാൽ അത് ഉത്തമമാണ്. ഇതൊക്കെ ചെയ്യുന്നത് സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറുന്നതിന് ഒരുപാട് നമ്മളെ സഹായിക്കും. ക്ഷേത്രത്തിൽ ആരും വെറും കൈയോടെ പോകാറില്ല. എങ്കിലും ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഫലം ഇരട്ടിയായി നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഈ ചന്ദ്രാഷ്ടമമുള്ള കന്നിരാശിക്കാർ നാളെ തന്നെ രാവിലെ ഗണപതിയെ പ്രാർത്ഥിക്കുന്നത്, ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത്, കറുകമാല ചാർത്തുന്നതൊക്കെ ദോഷങ്ങളുടെ ആ ഒരു കാഠിന്യത്തെ കുറിച്ച് നമുക്കൊരു രക്ഷ ലഭിക്കുന്നതിന് സഹായകമാകും. മറ്റുള്ളവർ നാളെ വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ വൈകുന്നേരം വീട്ടിലൊരു നെയ്വിളക്ക് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കൊളുത്തി മഹാലക്ഷ്മി അഷ്ടവും ഒക്കെ ജപിക്കുന്നത് വീട്ടിൽ ഐശ്വര്യവും ഭാഗ്യം എന്നിവ വന്നു നിറയുന്നതിന് ഒരുപാട് സഹായിക്കുക തന്നെ ചെയ്യും. വീണ്ടും പറയുന്നു, ഗ്രഹങ്ങൾ സൂചനകൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. നമ്മുടെ കർമ്മം എങ്ങനെയാണ് നമ്മൾ കൃത്യമായി കൊണ്ടുപോകുന്നത്, ആ കർമ്മമാണ് നമുക്ക് പൂർണ്ണമായ ഫലത്തെ തീരുമാനിക്കുന്നത്. അപ്പോൾ നല്ല മനസ്സോടെ നാളത്തെ ദിവസത്തെ വരവേൽക്കാനായിട്ട് ഏവരും ശ്രമിക്കുക. എല്ലാം ശുഭമായി പര്യവസാനിക്കും. അപ്പോൾ നാളത്തെ ദിവസം ഏവർക്കും മംഗളകരമായ ഒരു ദിനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.